ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഞാൻ ഈ വീഡിയോകളൊക്കെ എടുക്കാനും ഇടാനൊക്കെ തുടങ്ങിയേക്കണത്. കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് കാരണം ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, എന്നാൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ എല്ലാത്തിനും ഒരു തടസ്സം. അങ്ങനെ എന്താല്ലേ, വെക്കേഷന് സമയത്ത് ഞാനും മക്കളും തമ്മിൽ ശരിക്കും അങ്ങോട്ട് സെറ്റായില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സത്യം പറഞ്ഞാൽ വെക്കേഷനായ എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഒരു ഹറിബറി ആയിപ്പോയി എന്ന് പറയാം കേട്ടോ. മക്കൾ 4 പേരും വീട്ടിലുണ്ട്. മക്കളുടെ കാര്യവും വീട്ടിലെ കാര്യവും എല്ലാം കൂടെ ഒന്നിനും സമയം തികയാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരു സെൻസിലാണ് എടുക്കണം. ഒരു ഗോൾ അടിക്കാൻ വന്നപ്പോഴത്തേനും അവരൊരു ഗോൾ അടിച്ചു, റൊണാൾഡോ ഒരു ഗോൾ അടിച്ചില്ല. അപ്പൊ 1-0 കളി സ്പെയിൻ ജയിച്ചു. ഒരു ഗോൾ അടിച്ചാൽ ഒരു ഗോൾ അടിച്ചു, റൊണാൾഡോ ഗോൾ അടിച്ചില്ലല്ലോ. റൊണാൾഡോയുടെ ടീം ഏതാ? പോർച്ചുഗൽ. പോർച്ചുഗൽ ഗോൾ അടിച്ചില്ല. ഓ, സ്പെയിൻ ജയിക്കൂലേ? ഗോൾ അടിച്ചപ്പോ അതുകൊണ്ട് തന്നെ നാളെ എന്നുള്ള രീതിയിൽ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും വോയിസ് ഓവറും ഒക്കെ അങ്ങ് നീണ്ടുപോയിട്ടോ. പിന്നെ ഒരു കാരണം, ഫോണ് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അല്ലേ, മൊത്തത്തിൽ അതങ്ങോട്ട് പൂട്ടിക്കെട്ടി ഒരു മൂലക്ക് വെച്ചു. ഇനി ഇപ്പോൾ വീഡിയോ ഇടാനായിട്ടൊരു മോട്ടിവേഷൻ വേണമല്ലോ. ആ മോട്ടിവേഷൻ വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം പോരാളി, എൻ്റെ മാതാജിയാണ് കേട്ടോ. കാരണം എന്നെ കാണുമ്പോഴായാലും ഫോൺ വിളിക്കുമ്പോഴായാലും എൻ്റെ അടുത്തേക്ക് വരുമ്പോഴായാലും ഉമ്മാക്ക് ചോദിക്കാൻ ഒരൊറ്റ കാര്യമുള്ളൂ കേട്ടോ. നീ എല്ലാ തവണത്തെയും പോലെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്, തുടങ്ങി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അങ്ങ് നിർത്തി വയ്ക്കും. നീ ഇത് ചെയ്യണില്ലേ, വീഡിയോ എടുക്കണില്ലേ, എന്തൊരു കാര്യം ചെയ്താലും നീ ഇങ്ങനെയാണ്. ഇങ്ങനെ മൊത്തത്തിൽ നമ്മളെ തളർത്താൻ നമ്മുടെ പോരാളിനെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ, വേറെ ആരും. സത്യമായിട്ടും എൻ്റെ ഉമ്മച്ചി അതുപോലെ തന്നെയാണ്. എന്തൊരു കാര്യം ചെയ്താലും അതിൽ നെഗറ്റീവ്സ് കണ്ടുപിടിക്കുന്ന ഒരാളാണ് എൻ്റെ ഉമ്മ. അതുകൊണ്ട് പുറമേന്നുള്ള നെഗറ്റീവ്സ് ഒന്നും നമ്മളെ ഒരു പരിധി കൂടുതൽ ഏൽക്കാറില്ല എന്നുള്ളത് ഒരു നഗ്നമായ സത്യം. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളെ തളർത്താനും നെഗറ്റീവ് പറയാൻ ആളുണ്ടല്ലോ. പക്ഷെ ആ ഒരു ഈ തളർത്തുന്നതാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും എന്നോടൊരു കാര്യം ഒരാൾ നിന്നെയും കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയും പഠിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു വാശി എനിക്കുണ്ട്. ആ സമയം നമ്മളിങ്ങനെ പാമ്പർ ചെയ്ത് നീ ചെയ്തോ, നീ ചെയ്യുക അങ്ങനെ പറഞ്ഞാലൊന്നും അനുസരിക്കണ, അല്ലെങ്കിൽ എൻ്റെ ബ്രെയിൻ അതിനോട് അങ്ങ് സെറ്റാവില്ല കേട്ടോ. നമുക്ക് എപ്പോഴും വാശി വേണമെങ്കിൽ നമ്മളെ കളിയാക്കുമോ അല്ലെങ്കിൽ നമുക്കത് പറ്റില്ല എന്ന് നമ്മളെ വാശി ഏറ്റുമൊക്കെ ചെയ്യണേ. അങ്ങനെ പിന്നെ ഉമ്മാടെ നിരന്തരമായ ഇടപെടലും പിന്നെ ഇക്കായും പറഞ്ഞു, ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് കുത്തുവാക്കുകളും കളിയാക്കലൊക്കെ കേട്ടതല്ലേ, അപ്പോൾ ഏകദേശം ഇവിടം വരെയൊക്കെ എത്തിയ സ്ഥിതിക്ക് ഇനി നിർത്തണോ, നീ തുടർന്ന് പോകുന്നതായിരിക്കില്ലേ നല്ലതെന്നുള്ള രീതിയിൽ ഇക്കായും കൂടെ ചോദിച്ചപ്പോൾ ശരിയാണ്, നമ്മൾ നമ്മുടെ എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞ് എന്തിനാ നമ്മുടെ സന്തോഷങ്ങളെ മാറ്റി വെക്കണേല്ലേ, ഈ മക്കളും തിരക്കും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ അത് ഒരു വഴിക്കോടെ ഇങ്ങനെ നടക്കും, അതിൻ്റെ ഒപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങളും നടത്തണമല്ലോ. അങ്ങനെ എന്തായാലും വീണ്ടും വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എത്രത്തോളം നടക്കുന്നതെന്നറിയില്ല, പക്ഷെ എൻ്റെ മാക്സിമം നല്ല രീതിയിൽ ഇടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കണം. ഇന്നിപ്പോൾ എന്തായാലും ഇന്നലെ തീരുമാനിച്ച പ്രകാരം വീഡിയോ എടുക്കണം എന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടാട്ടോ കിടന്നേ. രാത്രി കളി കാണണ ഇതും പിന്നെ രാവിലെ എഴുന്നേക്കാനായിട്ട് വൈകിയതും മൊത്തം രാവിലെ ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയായി. എത്രയൊക്കെ ചെയ്തിട്ടും തീരാത്ത പണികളും അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ആവശ്യമില്ലാത്ത വാശികളും. ഇപ്പോൾ ദേ മോള് ഈ പണിത്തിരക്കിൻ്റെ ഇടയ്ക്ക് ഷാളൊക്കെ ചുറ്റി സുന്ദരിയാവാൻ വന്നേക്കണേ കേട്ടോ. ഇനി മോളുടെ ഊഴം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ മോനെത്തും. മോനെത്തി പറഞ്ഞു തീർന്നില്ല. ഇനി ഈ സമയത്ത് നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തി അത് ചെയ്തു തരില്ല എന്നെങ്ങാനും പറഞ്ഞാലോ, ഇന്നത്തെ ദിവസം മൊത്തം വാശിയെടുത്ത് കരഞ്ഞ് നമ്മുടെ ഒരു പണികളും നടക്കാത്ത രീതിയിൽ മൊത്തത്തിൽ കുളമാക്കി കൈ തരുമെന്ന് അറിയില്ലേ, ആ ഒരവസ്ഥ. അപ്പോൾ കുറച്ചൊക്കെ അവരുടെ ഒപ്പം തന്നെ നമ്മൾ നിന്നാലാണ് നമ്മുടെ കാര്യങ്ങൾ വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ പണികളൊക്കെ അങ്ങ് നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവരെയും കൂടെ എടുത്തുകൊണ്ട് പണികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ.
സ്കൂള് തുറന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണേ, പടച്ചവനെ എന്നാ സ്കൂളൊന്ന് അടയ്ക്കണേ, സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ സുഖമായി, അങ്ങനെ ഇത്ര വലിയ പണികളൊന്നുമില്ലല്ലോ, നമുക്ക് കുറച്ച് ആശ്വാസത്തിൽ പണികളൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന്. സ്കൂൾ അടച്ചു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ പടച്ചവനെ എത്രയും പെട്ടെന്ന് സ്കൂൾ തുറക്കണേ, 4 പേരും കൂടെ കൂടിയിട്ട് നമുക്ക് ആകെപ്പാടെ ഒരുമാതിരി അവസ്ഥയാണ്, നമ്മുടെ പണികളൊന്നും തീരണില്ലേ എന്നുള്ളതായിട്ടോ. പിന്നെ സ്കൂൾ തുറന്ന് കഴിഞ്ഞ കൊല്ലം വരെ മക്കൾക്ക് സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങിക്കൊണ്ടിരുന്നത്, അപ്പോഴും നമുക്ക് പണി കുറവുണ്ടായിരുന്നു. ഈ കൊല്ലം അവർ ചോറ് കൊണ്ടുപോകാൻ തുടങ്ങി. നമ്മുടെ ഉടായിപ്പൊന്നും അവരുടെ കയ്യിൽ നടക്കില്ലേ, മക്കൾ വലുതാവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ ഒന്നോടെ തിരക്കായി. അവർ പോകുമ്പോഴത്തേനും ചായയും കടിയും ചോറും കറിയും എല്ലാം റെഡി ആവണമല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് സ്പെഷ്യലെന്ന് പറയാനൊന്നുമില്ല, നമ്മുടെ സാധാ കലക്കപ്പവും ഗ്രീൻ പീസുമാണ് കേട്ടോ. അതിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇരട്ടി പണി എന്ന് പറഞ്ഞ പോലെ ഗ്രീൻ പീസ് ഞാൻ ചെറുതായിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് കറിയിൽ ചേർക്കണേ. അപ്പോൾ പിന്നെ മക്കൾസ് അത് പറക്കി മാറ്റി വെക്കാണ്ട് അങ്ങ് കഴിച്ചോളൂല്ലോ. അങ്ങനെ അപ്പോൾ തിരക്കായതുകൊണ്ട് ഇനി ചൂടാറാൻ വെക്കാനൊന്നും നിൽക്കാതെ പെട്ടെന്ന് അടിക്കാൻ നോക്കി. അത് മൊത്തത്തിൽ അങ്ങോട്ട് അടുക്കളയും കൗണ്ടർ ടോപ്പൊക്കെ വൃത്തികേടാക്കി. അതും ഇരട്ടി പണിയാന്ന് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെയും അങ്ങനെ പോയി കിട്ടി. എന്താണല്ലേ. പിന്നെ ഈ കാലാവസ്ഥയുടെ ചേഞ്ച് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ മൈഗ്രെയിൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഞാൻ വിളിക്കാതെയും വിളിച്ചും ഒക്കെ വരണ ഒരു സാധനമാണ് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അതും കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഈ റുട്ടീനൊന്നും നേരെ ചൊവ്വ പോവാത്തത്. ഈ മൈഗ്രെയിനും കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അറിയായിരിക്കും അതിൻ്റെ ഒരു സുഖം. നമുക്ക് പറയണവർക്ക് തമാശയായിട്ട് തോന്നാമെങ്കിലും അനുഭവിക്കുന്നവർക്ക് അതത്ര തമാശയല്ല. എപ്പോഴും നമ്മൾ തലവേദനയാന്ന് പറയുമ്പോൾ ഒരു തലവേദനയ്ക്കാണോ നീ ഇത്ര ഓവർ ആക്ട് ചെയ്യണേന്ന് ചോദിക്കണ ആൾക്കാരെ എനിക്കറിയാവേ. പക്ഷെ മൈഗ്രെയിൻ ഒരു തവണയെങ്കിലും വന്നേക്കണവർക്കറിയാം അത് നമ്മൾ ഒരിക്കലും ഓവർ ആക്ട് ചെയ്യുന്നില്ലാന്ന്. എനിക്ക് മൈഗ്രെയിൻ വരാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ കാരണങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മഴയത്തും വെയിലത്തും, മഴ മാറിയാലും വെയിൽ മാറിയാലും, അങ്ങനെ എണ്ണ തേച്ചാലും എണ്ണ തേച്ചില്ലെങ്കിലും, വെള്ളം കുടിച്ചാലും വെള്ളം കുടിച്ചില്ലെങ്കിലും, ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും, ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും, അന്ന് പറഞ്ഞതുപോലെയാണ് കേട്ടോ എൻ്റെ മൈഗ്രെയിൻ. സത്യത്തിൽ ഒരു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയില്ല. ഇനി ചുമ്മാ നമ്മൾ ഒരു 3 ദിവസം കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ 4ൻ്റെ എന്നങ്ങ് ചിന്തിക്കുവാണ്, 2-3 ദിവസമായിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എൻ്റെ മുഖ്യ മൈഗ്രെയിൻ വന്നില്ലല്ലോ എന്ന് ചുമ്മാ ചിന്തിച്ചാൽ പോലും 10 മിനിറ്റ് കഴിയുമ്പോൾ വരുന്നു ഈ സാധനം. അത്രയ്ക്ക് ആത്മബന്ധമാണ് കേട്ടോ എന്നോട്. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായി എന്ന് പറയാം. പറഞ്ഞ് നമ്മൾ വഴിതെറ്റി അങ്ങോട്ട് പോയി. അങ്ങനെ ഇന്ന് 3 അടുപ്പിലും ഒരേ സാധനങ്ങൾ. അപ്പം ചുടുന്നു, മോരുകറി റെഡിയാക്കുന്നു, തോരൻ ആദ്യമേ വാങ്ങി വെച്ചു, ഇപ്പറ ഗ്രീൻ പീസ് സെറ്റാക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ടൈം ടേബിൾ നോക്കാനായിട്ട് ഫോണും കൊണ്ട് വന്നാണ്, അതങ്ങ് തപ്പിപ്പിടിച്ച് ടൈം ടേബിൾ എടുത്തു കൊടുത്തു. പിന്നെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണോണ്ട് തന്നെ എനിക്ക് ഒരുവിധം പണികളൊക്കെ രാവിലെ കുറവുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇച്ചിരി താമസിച്ചുകൊണ്ടും അടുക്കളയിലെ പണികൾ തീരാനായിട്ട് താമസം വരുമെന്ന് മുൻകൂട്ടി പുള്ളിക്ക് മനസ്സിലായതുകൊണ്ടും യൂണിഫോം തേച്ച് വെക്കൽ, മക്കൾസിനെ കുളിപ്പിക്കൽ, റെഡിയാക്കൽ, അങ്ങനത്തെ പരിപാടികളെല്ലാം പുള്ളി ഏറ്റെടുത്തു കേട്ടോ. അത് ഒരു ഭയങ്കര സമാധാനമാണല്ലോ അല്ലേ. ഇല്ലെങ്കിൽ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് പോയി അവരെയും കൂടെ റെഡിയാക്കണം എന്ന് പറയുമ്പോൾ ഇന്ന് മൊത്തത്തിൽ 10 മണിയെങ്കിലും കഴിയും സ്കൂളിലെത്താൻ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ കുഞ്ഞാവകളുടെ വാശിയും കൂടി വരുമ്പോഴാണ് നമ്മൾ പ്രതീക്ഷിച്ചു കൊടുത്ത് കാര്യങ്ങൾ നിൽക്കാത്തത്. പിന്നെ വേഗം തന്നെ മക്കൾസിന് ചായയും കടിയൊക്കെ കൊടുത്ത് റെഡിയാക്കി. ഇനി ഇക്കാക്കും പിള്ളേർക്കും കൊണ്ടുപോകാനുള്ള മുട്ടയും കൂടി വേഗം ഒന്നങ്ങ് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മൈഗ്രെയിനെ കുറിച്ചല്ലേ. ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പാരസെറ്റാമോളോ മെപ്റ്റാലൊന്നും എനിക്ക് കേൾക്കില്ല കേട്ടോ. എനിക്ക് പിന്നെ പോയി ഇഞ്ചക്ഷൻ എടുത്ത് ട്രിപ്പൊക്കെ ഇട്ട് വരേണ്ടി വരും. ഇനി ഈ ട്രിപ്പൊക്കെ ഇട്ട് സംഭവം മാറും, കുറേ ഛർദ്ദിക്കും, ഇതൊക്കെ ആണെങ്കിലും ഈ ട്രിപ്പ് ഇട്ട് വന്നു കഴിയുമ്പോൾ ഒരു 3 ദിവസത്തേക്ക് നമ്മൾ ഈ യൂണിവേഴ്സിലേ അല്ലാത്തൊരവസ്ഥ എന്ന് പറയില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ് ആയ സാംസങ് ഫോൺ പോലെ കേട്ടോ. പ്രോസസ്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. ഈ നനഞ്ഞ കോഴി നടക്കണ പോലെ അങ്ങ് നടക്കണം. പിന്നെ ഒരു 2 ദിവസത്തെ ഉറക്കമൊക്കെ ഒന്ന് പ്രോപ്പറായി കഴിയുമ്പോഴത്തേനുമാണ് നമ്മൾ നോർമലായിട്ടുള്ളൊരു റുട്ടീനിലേക്കും നമ്മളായിട്ടൊക്കെ ഒന്നങ്ങ് വരുള്ളൂ. എന്ത് പ്രയോജനം, ഒരാഴ്ച കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു കാരണം മതി വീണ്ടും ഈ സാധനം വരാൻ. പിന്നെ ഈ മൈഗ്രെയിനോട് എനിക്ക് വേദനയേക്കാൾ കൂടുതൽ ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യം ഈ വോമിറ്റിംഗ് ആണ് കേട്ടോ. എനിക്ക് മൊത്തത്തിൽ പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഛർദി എന്ന് പറയുന്നത്. 3 പ്രഗ്നൻസിയിലും ഛർദിച്ച് കൊതിയും മതിയും മാറിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഛർദിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ട്രോമ എന്ന് പറയില്ലേ, ആ ഒരവസ്ഥയാണ് ഏകദേശം എനിക്ക്. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളായിരുന്നു. എൻ്റെ പ്രശ്നങ്ങൾ കേട്ട് നിങ്ങൾക്കും എടുത്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും വായിച്ച് അങ്ങ് ഇരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.
അങ്ങനെ ദേ തകൃതിയായി പാചകങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ചോറൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റായി വന്നപ്പോഴത്തേനും ഇക്ക മക്കളെയൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ മാത്രം ഇക്കാക്ക് ഇതുവരെ പ്രാവീണ്യം തെളിയിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്താണെന്നല്ലേ, മോളുടെ മുടി കെട്ടുന്ന കാര്യത്തിൽ ഇക്ക എത്രയൊക്കെ കെട്ടിയാലും അത് റെഡി ആവില്ല, അല്ലെങ്കിൽ അവൾക്ക് തൃപ്തിയാവില്ല. അപ്പോൾ എത്ര തിരക്കാണെങ്കിലും അവിടെ എൻ്റെ കൈ തന്നെ എത്തണം കേട്ടോ. പിന്നെ ഞാൻ വേഗം വന്ന് മുടിയൊക്കെ ഒന്ന് പെട്ടെന്ന് കെട്ടിക്കൊടുത്തു. അപ്പോഴത്തേനും ദേ വാപ്പിയും മോനും വണ്ടിയിൽ കയറി ഹാജർ വെച്ചിട്ടുണ്ട് കേട്ടോ പോവാനായിട്ട്. മോനെ ഇക്ക തന്നെ റെഡിയാക്കിയോണ്ട് നമ്മുടെ അവസാനം ഒരു ടച്ചപ്പ് കൈ ഒന്ന് ചെന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി ഒന്ന് തൂത്തും തൊട്ടൊക്കെ നോക്കണുണ്ട് കേട്ടോ. ഇന്ന് ബായ് പറയാനും നിൽക്കാനും യാത്ര പറയാനും ഒന്നും നേരമില്ല കേട്ടോ. തിരക്കിൽ പോയി എന്തോ മൊത്തത്തിലാകെ ഭ്രാന്തായ ഒരവസ്ഥ. അത്രയും നേരം ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയാത്ത അവസ്ഥ. ശരിക്കും ഈ വീഡിയോയിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാനിരുന്നപ്പോഴാട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ രാവിലെ സംഭവിച്ചു എന്ന്. ഒരു മൊത്തത്തിലൊരു റിലേ ഇല്ലാത്ത ഒരവസ്ഥയെക്കൂടെയാണ് നമ്മൾ രാവിലത്തെ തിരക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ഒരു വീട്ടമ്മയുടെ രോദനം അല്ലേ? നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ വെറുതെ. അങ്ങനെ പിന്നെ അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ നേരെ ഇനി എൻ്റെ അടുത്ത ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരുവിധം ഒതുക്കിയിട്ട് വേണം ഞാൻ ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. കിച്ചണും ഹോളൊക്കെ ഒരുവിധം ഒന്ന് വൃത്തിയായിട്ട് നമ്മൾ ചായ കുടിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സമാധാനം ഉണ്ടാവുമല്ലോ. ഈ എത്രയൊക്കെ നമ്മൾക്ക് വിശക്കണുണ്ടെന്ന് പറഞ്ഞാലും ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ ചായ കുടിക്കുന്നതിൽ. പിന്നെ ഇനി എൻ്റെ ഏറ്റവും സന്തത സഹചാരികളായിട്ട് കൂട്ടിന് നിൽക്കുന്നത് എൻ്റെ ട്വിന്നീസ് തന്നെ കേട്ടോ. പിന്നെ വേഗം തന്നെ അവരടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് അവരുടെ രീതിക്ക് വിട്ടിട്ട് ഞാൻ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്നങ്ങ് സിങ്കിലേക്ക് ആക്കണുണ്ട് കേട്ടോ. പിന്നെ ഒരു സൈഡിൽ നിന്ന് അങ്ങ് വൃത്തിയാക്കി പെട്ടെന്ന് കിച്ചൺ അങ്ങോട്ട് ക്ലീൻ ചെയ്തിടാന്ന് വെച്ചു. അപ്പോൾ രണ്ടുപേരും ഇഡ്ഡലി പാത്രത്തിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ വേഗം തന്നെ അടുക്കളയുടെ ക്ലീനിങ് പരിപാടികളൊക്കെ ഒന്നങ്ങ് കഴിച്ച് പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും സമാധാനം എന്നുള്ള ആ ഒരു മൈൻഡിലാണ് കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയത്ത് ഓരോ മൂഡാണ്. ഇന്നിപ്പോൾ മൊത്തത്തിൽ പെണ്ണാണ് കേട്ടോ പ്രശ്നക്കാരി. ഇന്ന് പെണ്ണാണെങ്കിൽ നാളെ ചെറുക്കനായിരിക്കും കേട്ടോ. ആ ഒരു രീതിയിലാണ്. ഇവരെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാനിങ്ങനെ എപ്പോഴും പറയുക, ഈ ട്വിൻസ് ആവുമ്പോൾ അങ്ങനെ വഴക്കൊന്നും ഉണ്ടാവില്ല. കാരണം ഒരുമിച്ച് അവർ വയറ് മുതൽക്ക് കൂട്ടായി വരണവരല്ലേന്ന്. പക്ഷെ ഇപ്പോഴത്തെ അവരുടെ വഴക്കും മടിയും കാണുമ്പോൾ സത്യത്തിൽ ഞാൻ തന്നെ വിചാരിക്കും, അപ്പോൾ വയറ്റിൽ കിടന്ന് ഇവർ വഴക്കുണ്ടാക്കിയതായിരുന്നു എനിക്ക് ആ എക്സ്ട്രാ ഓർഡിനറി അനക്കങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതെന്ന്. സത്യമായിട്ടും ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. പിന്നെ 1-2 ട്വിൻസിൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. മെയിനായിട്ടുള്ള പ്രശ്നം ഇവരുടെ എന്താണെന്നറിയോ, 2 പേർക്കും നമ്മൾ എന്തൊരു സാധനം മേടിച്ചാലും മാക്സിമം ഒരുപോലത്തെ തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. എങ്കിൽ പോലും മോളൊരു സാധനം എടുത്താൽ അത് തന്നെ മോന് വേണം, മോനൊരു സാധനം എടുത്താൽ അത് തന്നെ മോൾക്ക് വേണം. അവിടെയാണ് നമ്മൾ തോറ്റു പോണത്. എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാലും 2 വയസ്സായ ആൾക്ക് മനസ്സിലാകുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അത് എത്രയൊക്കെ പറഞ്ഞാലും അവരുടെ വാശി തന്നെ നിൽക്കൂട്ടോ. പിന്നെ അത് അടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചായി മാന്തായി വഴക്കായി നമ്മൾ സോൾവ് ചെയ്യാൻ ചെന്നാലും നമ്മൾ ആരുടെ സൈഡ് നിൽക്കുന്നുള്ള കൺഫ്യൂഷൻ ആവും. പിന്നെ 2 പേരെയും ഒരു പ്രകാരം സമാധാനപ്പെടുത്തി നമ്മൾ അതിലങ്ങ് ബലിയാടാവും. ആ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്വിൻസിൻ്റെ മദേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങളുടെ വീട്ടിലെന്നൊന്ന് പറയണേ. എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചവരാണ് കേട്ടോ എൻ്റെ ട്വിൻസ്. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ട്വിൻസ് വഴക്കിടില്ലായിരിക്കും, അല്ലെങ്കിൽ അവർ തമ്മിലൊരു നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷേ അവരാണ് ഏറ്റവും നന്നായിട്ട് വഴക്കിടണമെന്ന് എനിക്ക് എൻ്റെ ട്വിൻസ് മനസ്സിലാക്കി തന്നു കേട്ടോ. അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കിച്ചൻ്റെ ക്ലീനിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി വേഗം തന്നെ തുണിയൊക്കെ ഒന്ന് അലക്കാനായിട്ട് ഇടാം കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ മുതൽക്ക് മഴ ചെറുതായിട്ട് പെയ്യും തോരും ആ ഒരു അവസ്ഥയിലാണ് നിൽക്കണേ. അപ്പോൾ വെയിൽ തെളിയണ ഗ്യാപ്പിൽ നമുക്ക് യൂണിഫോമൊക്കെ ഒന്ന് കല്ലയിൽ അലക്കി ഇടണം. അപ്പോൾ പെട്ടെന്ന് അലക്കാനുള്ളത് അങ്ങിട്ട ആ ഒരു പണിയും കഴിയുമല്ലോ. അങ്ങനെ ഹാളിലേക്ക് വന്നപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ആങ്ങളെ വിളിച്ചത്. പിന്നെ അവനോട് കത്തി വെച്ചുകൊണ്ട് അലക്കാനുള്ള തുണികളൊക്കെ പെട്ടെന്ന് അങ്ങ് പറക്കിയെടുത്തു. കട്ടയ്ക്ക് ട്വിൻസ് സപ്പോർട്ടിന് കൂടെയുണ്ട്. ഇവർ ഇങ്ങനെ കൂടെ എല്ലാത്തിനും കാണും കേട്ടോ. എൻ്റെ ഇക്ക കളിയാക്കണമെന്ന് വെച്ചാൽ വിക്രമാദിത്യനും വേതാളം എന്നാട്ടോ. എനിക്ക് ഒരു വേതാളത്തിന് 2 വേതാള കൂട്ടെന്ന് പറയണം എപ്പോഴും ഉണ്ടാകും. ഉമ്മി എവിടെയുണ്ടോ അതിൻ്റെ പുറകെ ഉണ്ടാവും അവർ. ഇതിൽ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വീഡിയോയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ നല്ല ഷോളൊക്കെ ഇട്ട് അത്യാവശ്യം കുറച്ച് കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടായിരിക്കുമല്ലോ നടക്കണേ. അതുകൊണ്ട് തന്നെ അവരെൻ്റെ പുറകേന്നേ മാറില്ല കേട്ടോ. കാരണം ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ഒരു കൺസെപ്റ്റിൽ ഞാൻ എങ്ങോട്ടോ പോവുകയാണ്.
ആ ഒരു ചിന്തയുള്ളതുകൊണ്ട് തന്നെ അവരെവിടെയും നിൽക്കില്ല, എൻ്റെ ഇടവും വലവും തന്നെ ഉണ്ടാകും. ഞങ്ങൾ മാത്രം ഉള്ളപ്പോൾ നല്ല കളറുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. പ്രത്യേകിച്ച് ചുരിദാറുകളൊന്നും ഇടാനേ പറ്റില്ല. നൈറ്റി ആണെങ്കിൽ പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്യും. എന്താണല്ലേ അവസ്ഥ. അങ്ങനെ അടുത്ത ഞാൻ തന്നെ എൻ്റെ റൂമിനെ വിശേഷിപ്പിക്കുന്ന ആക്രി റൂമിലേക്ക് ക്ലീനിങ്ങിന് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ ആക്രി റൂമെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ വൃത്തിയാക്കിയാലും ഈ റൂം ഇങ്ങനെ തന്നെയാട്ടോ കിടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മാസത്തിലൊരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ മാത്രമാണ് ഞാൻ ഡീപ്പ് ക്ലീനിങ്ങിന് നിൽക്കാറുള്ളൂ ഈ റൂമിൽ. ഇവിടെ മക്കൾസിൻ്റെ കളി സാധനങ്ങളും അവരുടെ പേപ്പറുകളും ക്രയോണ്, സ്കെച്ച്, സ്കൂളിലെ ഐറ്റംസ്, വീട്ടിലിടുന്ന ഡ്രസ്സുകൾ എന്ന് വേണ്ട എല്ലാ അൽക്കുലത്ത് സാധനങ്ങളും ഈ റൂമിലായതുകൊണ്ട് നമ്മൾ എത്രയൊക്കെ ഒതുക്കി വെച്ചാലും അവർ അവരുടേതായ ക്രാഫ്റ്റിനും പെയിൻറ്റിങ്ങിനും വരയ്ക്കാനും ഒക്കെ അങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ മുഷിയും പേപ്പറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് അവരോട് അവിടെ ഇടരുതെന്നൊക്കെ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പൊട്ടും പൊടിയൊക്കെ ഇങ്ങനെ ചാടിക്കിടക്കും. പിന്നെ ചെറിയ മക്കളല്ലേ, ഇപ്പോഴേ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് അവരോട് ഇങ്ങനെ പറയുമ്പോൾ അവർക്കും അതൊരു ശ്വാസം മുട്ടലായിരിക്കില്ലേ. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ ഒരു പരിധി കൂടുതൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ശ്വാസം മുട്ടുണ്ടായിരുന്നില്ല. എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പ്രോബ്ലംസ് ഉണ്ടായ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾക്ക് കൊടുക്കാതിരിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ റൂമിൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് ഒന്നങ്ങ് അടിച്ചു വാരിയെടുത്ത് ബാക്കി റൂമുകളും കാര്യങ്ങളൊക്കെ ഓടിച്ചങ്ങ് അടിച്ചു വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഹാളും കൂടെ ഒന്ന് അടിച്ചു വാരിയിട്ട് വേണേ മക്കളെയും കൊണ്ട് പോയി ചായയൊക്കെ കുടിക്കാൻ. അവർ ഉറങ്ങണ ഗ്യാപ്പിൽ വേണം ബാക്കി പണികൾ നോക്കാൻ. പിന്നെ ഞാൻ റൂം ക്ലീനാക്കാൻ കയറിയ ഗ്യാപ്പിൽ അവർക്ക് ക്രയോണിൻ്റെ പൊട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് 2 പേരും കാര്യമായ പടം വരയിലാണ് കേട്ടോ. സെറ്റി, അലമാര, ഭിത്തി എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിൽ കൂടെയും അവരുടെ കലാവിരുത് തെളിയിച്ചേക്കുന്നുണ്ട് കേട്ടോ ഈ വീട്ടിൽ. ഞാൻ ഓർക്കുമായിരുന്നു മൂത്തവർ ഇത്രയും കുരുത്തക്കേട് ഉണ്ടായില്ല എന്ന്. അറിയില്ല കേട്ടോ, 4 പേരായതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണോ അതോ ഒരാളും 2 പേരും ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടില്ലാത്തതാണോ എന്നറിയില്ല. എന്തായാലും ഭിത്തിയൊക്കെ നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ആരെ ഭിത്തി വരയ്ക്കണേ? ആരിവിടെ ഭിത്തി വരച്ചേ? ഇതാരെ വരച്ചേ? ഇതാരെ വരച്ചിട്ടോ? ആരെ വരച്ചേട്ടോ? ആരെ ആരെ വരച്ചേ? ഇതാരെ വരച്ചേ? ആരെ വരച്ചേ? ഇന്നുമാണോ ആരുമാണ് വരച്ചേ? ആരെ വരച്ചാലോ? ഇന്നല്ലേ? പിന്നെ ആരെ വരച്ചേ? ആരാണോ അത് വരച്ചേ? അപ്പോൾ ഇക്ക പറയൂ കേട്ടോ, എന്താ ഈ ഭിത്തിയൊക്കെ കാണിച്ചിട്ടേക്കണം, ആരെങ്കിലും വരുമ്പോൾ എന്തൊരു മോശം, അവരെന്ത് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു പരിധി കൂടുതൽ പറഞ്ഞാൽ മനസ്സിലാവാനുള്ള സമയമായി കഴിഞ്ഞാൽ അവരോട് പറയാൻ ഭിത്തിയിൽ വരയ്ക്കല്ലേന്ന്. ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. അവർ വരച്ചും എഴുതിയും ഒക്കെ വളരട്ടേന്ന്. ഞാൻ അതിനൊന്നും അങ്ങനെ സ്ട്രിക്റ്റായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്താറൊന്നുമില്ല കേട്ടോ. കുറേയൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ തന്നെ അവർ വളർന്നു വരുമ്പോഴല്ലേ കുറച്ചുകൂടെ നല്ലത്. ഇനി അവർ വലുതായിട്ടൊക്കെ നമുക്ക് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കാം. അങ്ങനെ നല്ല സ്നേഹത്തിൽ വരച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ തെറ്റിയിട്ടുണ്ട് കേട്ടോ. മോക്കടെ കയ്യിലിരുന്ന ക്രയോൺ മോൻ മേടിച്ചെടുത്തു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ആ ക്രയോൺ തന്നെ വേണമെന്ന് മോക്ക് വാശി. പിന്നെ നല്ല വാക്കൊക്കെ ഒരു പ്രകാരം പറഞ്ഞു നോക്കി, എവിടെ അമ്പിനും വില്ലിനും അടുക്കാത്ത രീതിയിൽ കരച്ചിൽ. മോനോട് ചോദിച്ചപ്പോൾ മോനോട്ട് തരുമില്ല. പിന്നെ എന്താ ചെയ്യണം? ഇനി ഈ വാശി അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ എൻ്റെ പണികളെല്ലാം അവിടെ പെൻഡിങ് ആവും കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് വിശപ്പിൻ്റെ വിളികളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെയ്ത പണികൾ ഏകദേശം തീർത്ത് അപ്പുറം പോയി ഇപ്പുറം വന്നപ്പോഴത്തേനും ഹാള് ഫുള്ള് അവർ നിരത്തിയിട്ടതാണ് നിങ്ങളാ കണ്ടത്. ഇനി അതെല്ലാം ഒന്നോടെ പറക്കി അടക്കി വെച്ചിട്ട് വേഗം പോയി അടുത്തൊരു ക്രയോൺ എടുത്തു വിടുന്ന മോക്ക് കൊടുത്ത് ആ പ്രശ്നം ഒന്നങ്ങ് തീർത്തു കേട്ടോ. കുറച്ച് വരച്ചാലും വേണ്ടില്ല, സമാധാനമാണല്ലോ മെയിൻ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇങ്ങോട്ട് അറിയിക്കണം കേട്ടോ. അതും നമുക്കൊരു മോട്ടിവേഷനാണല്ലോ. തുടർന്ന് എത്രയൊക്കെ നമുക്കൊരു മടി വന്നാലും അല്ലെങ്കിൽ തിരക്കുകൾ വന്നാലും വീഡിയോ ഇടണം എന്നുള്ള ഒരു ആഗ്രഹം വരുമല്ലോ. അങ്ങനെ ഒരു പ്രകാരം ആ പ്രശ്നമൊക്കെ തീർത്ത് ക്രയോൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വിച്ച് ഇട്ട പോലെ മോക്കടെ കരച്ചിൽ നിന്നു കേട്ടോ. വീണ്ടും അവർ സെറ്റായി അടുത്ത വരയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇത് തന്നെ ഇവിടുത്തെ അവസ്ഥ. നോക്കി നിൽക്കാതെയാണ് കേട്ടോ അവരുടെ സ്വഭാവം മാറണത്. സത്യം പറഞ്ഞാൽ ഓന്തിൻ്റെ സ്വഭാവം എന്ന് പറയില്ലേ, അതാണ്. ഇപ്പോൾ നല്ല സ്നേഹത്തിലാണെങ്കിൽ പറഞ്ഞ നേരം കൊണ്ട് തന്നെ ആ സ്നേഹമൊക്കെ അങ്ങ് മാറി വഴക്കാവും കേട്ടോ. അങ്ങനെ അവർ അടുത്ത
ഇടിക്കുള്ള വകയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ചായ കുടിക്കാനായിട്ടിരുന്നു. മോനിരുന്ന കസേരയിൽ തന്നെ മോക്കിരിക്കണം, മോളിരുന്ന കസേരയിൽ തന്നെ മോനക്കിരിക്കണം. എന്താണല്ലേ ഈ പ്രശ്നം തീർത്ത് തീരുള്ളൂ എൻ്റെ ജീവിതം എന്ന് പറയണത് പോലെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഇത്. സ്വസ്ഥമായിട്ടൊന്ന് ചായ കുടിക്കാൻ പോലും നമുക്ക് ഗ്യാപ്പ് കിട്ടില്ല. എപ്പോഴും ഉണ്ടാകും കണ്ടോ, ചായ കുടിക്കാതിരുന്നപ്പോഴും മടിയിൽ ആളുകളുണ്ട്. എന്താണല്ലേ. അങ്ങനെ ഈ ഒരു സമയത്താണ് കേട്ടോ അവർക്കും ഞാൻ ഫുഡ് കൊടുക്കുന്നത്. അവർ തന്നെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം വയറ് ഫില്ലാവൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ കഴിക്കുന്നതിൻ്റെ കൂടെ അവരെ അങ്ങ് കഴിപ്പിച്ചെടുക്കും. പിന്നെ അതേ മോള് വാശിയായിട്ട് കയറി കൂടിയിട്ടുണ്ട്. ഇനി നിലത്തൊന്നും നിർത്തിയിട്ട് കാര്യമില്ല, അവളെ എടുത്തുകൊണ്ട് തന്നെ ടേബിളൊക്കെ ഒന്നങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഈ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മൊത്തത്തിൽ അവരുടെ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് മാറ്റി വയ്ക്കണേ. അപ്പോൾ അവരെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി കൊടുന്ന് ഉറക്കിയിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ ഈ അങ്ങനെ പിന്നെ അവരെയൊക്കെ കുളിപ്പിച്ച് കൊടുന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഒന്നങ്ങ് സുന്ദരിയും സുന്ദരനൊക്കെ ഒന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെ പ്രത്യേകിച്ച് ക്രീമുകളും കാര്യങ്ങളൊന്നും ഇപ്പോൾ അവർക്ക് തേക്കണില്ല കേട്ടോ. ആദ്യം ഉണ്ടായ സമയത്ത് സെൻസിറ്റീവ് സ്കിന്നും കാര്യങ്ങളൊക്കെ ആയിരുന്നപ്പോൾ അതിനുള്ള ക്രീമും കാര്യങ്ങളൊക്കെ തേക്കണുണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ തന്നെ പറഞ്ഞു വേറെ ക്രീമും കാര്യങ്ങളൊന്നും തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല വെളിച്ചെണ്ണയിൽ കുളിപ്പിച്ചെടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്ന് പിന്നെ ഈ വാഷിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാനൊരു പൗഡർ ടിന്നൊക്കെ എടുത്ത് കൊടുത്തേക്കണേ. അതൊക്കെ അവരെ സോപ്പിട്ട് നിർത്താനായിട്ടുള്ള ഒരു എളുപ്പപ്പണിയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പിന്നെ രണ്ടുപേരെയും റെഡിയാക്കി കുറച്ച് പൗഡറൊക്കെ ഇട്ട് ഒന്ന് സോപ്പിട്ട് നമ്മുടെ വരുതിയിലൊന്ന് നിർത്തി നല്ല വാക്കൊക്കെ പറഞ്ഞ് ഒന്ന് കയറ്റി കിടത്തി ഉറക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ ഓട്ടപ്പാച്ചിലുകളും അംഗം വെട്ടലുകളൊക്കെ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ, ഒരു സമാധാനത്തിന്. അപ്പോൾ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ അവസാനിപ്പിച്ച് പതുക്കെ ഉറങ്ങാനായിട്ട് പോകുന്നു. അവരെ ഉറക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. ഉറങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണത് എപ്പോഴും അവരുടെ ചോയ്സാണല്ലോ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, അവരാണ് തീരുമാനിക്കേണ്ടത് ഒരു ദിവസം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. നമ്മുടെ ലൈഫ് തന്നെ ഇപ്പം അവരെ ചുറ്റിപ്പറ്റിയായെന്ന് പറയാം. കുഞ്ഞാവകളായതുകൊണ്ടല്ലേ, വലുതാകുമ്പോൾ ശരിയാകുമായിരിക്കൂലേ, നമുക്ക് അന്നേരം ഇതിനൊക്കെ പ്രതികാരം ചെയ്യാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഡയലോഗാട്ടോ, ഞങ്ങൾ പറയണത് മനസ്സിലാക്കാറായി കഴിഞ്ഞാൽ ഞാൻ ഇതിനൊക്കെ പ്രതികാരം ചെയ്യുന്നു. എവിടെ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഞങ്ങൾ പോയി സുഖമായി ഒന്ന് ചാച്ചിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോയൊക്കെ കണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രണ്ട്സ്.